അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു പച്ചുവീട്ടിലെ വിശേഷങ്ങൾ. ഇത് ഞങ്ങളുടെ മലേഷ്യൻ ട്രിപ്പിൻ്റെ 5-ാമത്തെ എപ്പിസോഡാണ്. 5-ാമത്തെയും ലാസ്റ്റ് എപ്പിസോഡ്. ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ഡേയിലുള്ള കാഴ്ചകളാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്ന് രാവിലെ ഒരു 9 മണിയാകുമ്പോൾ നമ്മളോട് റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ രാത്രി ലേറ്റായിട്ട് എത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് പൂളി പോകാൻ പറ്റിയിരുന്നില്ല. അതുമാത്രമല്ല, ഒരു ദിവസമാണെങ്കിൽ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പൂള് നേരത്തെ അടച്ചു. അപ്പോൾ നമുക്ക് പൂളി പോകാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് ഞങ്ങൾ വളരെ ഡെഡിക്കേറ്റഡായി അലാറൊക്കെ വെച്ച് നേരത്തെ എണീച്ച് ഞങ്ങൾ ഫാമിലി മാത്രം പൂളിൽ പോയി. അപ്പോൾ ഇത് റൂഫ് ടോപ്പ് പൂളായിരുന്നു. അവിടെ പോയി നമ്മൾ എൻജോയ് ചെയ്തു. അതാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെയും അവിടുത്തെ ഇൻമേറ്റ്സൊക്കെ വന്നു. എങ്കിലും ഞങ്ങളുടെ കളികൾ കണ്ടപ്പോൾ അവർ പതുക്കെ ഒഴിഞ്ഞു പോയി. കാരണം കുട്ടികളും നമ്മളെല്ലാവരും കൂടി തന്നെ ആ പൂള് ഫുള്ളായിരുന്നു. മണിക്കാണ് അന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പം അന്ന് നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. എല്ലാവരും ലഗേജൊക്കെ വണ്ടിയിൽ കയറ്റിയതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് സൂ നഗാരെ, അവിടുത്തെ വലിയ സൂ ആണ്. ഈ സൂ നഗാരെ കോലാലംപൂർ സിറ്റിയിൽ നിന്ന് ഓൾമോസ്റ്റ് 5 കിലോമീറ്റർ ദൂരെയാണ്. 110 ഏക്കറിലാണ് ഈ സൂ ഉള്ളത്. അപ്പോൾ ഇത് ഈ സൂ ലോക്കൽസിന് മാത്രമുള്ളതായിരുന്നു. അത് ഒഫീഷ്യലിയും ടൂറിസ്റ്റിനെല്ലാം കൂടെ ഓപ്പൺ ചെയ്തത് 14th നവംബർ 1963 ഈ സൂ നഗാരയിൽ ട്രാം ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ട്രാം യൂസ് ചെയ്ത് ഫുൾ സൂ കാണാം. പിന്നെ നമ്മൾ കണ്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെങ്കിൽ അവിടെ ഒരു പ്രയർ റൂമുണ്ട്, പിന്നെ ക്യാമ്പ് സൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് രാത്രി അവിടെ സ്റ്റേ ചെയ്ത് ക്യാമ്പ് സൈറ്റ് പോസിബിളാണ്. പിന്നെ ബർത്ത്ഡേ പാർട്ടീസൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് അതിനുള്ളൊരു പ്ലേസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഒരു ബീ മ്യൂസിയം ഉണ്ടായിരുന്നു, ബീ മ്യൂസിയം. അപ്പോൾ അവിടെ ബീ വാക്സ്, ഹണി ഇതൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. ഈ ഹണി നമ്മളുടെ സിപ്പപ്പ് പോലെയുള്ള പാക്കറ്റ്സിൽ നമുക്ക് രുചിച്ച് നോക്കാനായിട്ട് അവർ തരും. അപ്പോൾ നമ്മളതെല്ലാം വാങ്ങി. അത് നന്നായിരുന്നു. ശരിക്കും ഡയറക്റ്റ് നമ്മൾ ഹണി എടുക്കുന്നതൊക്കെ അവർ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അതിനകത്ത് തന്നെ ഒരു വെറ്റിനറി ഹോസ്പിറ്റൽ ഉണ്ട്. പിന്നെ ഒരു ദിവസം എനിമൽ ഫീഡിങ് സെക്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് എനിമൽസിനെ ഫീഡ് ചെയ്യാനായിട്ട് അവർ അലൗ ചെയ്യും. പിന്നെ എക്സെപ്റ്റ് ഫ്രൈഡേ അല്ലാത്ത എല്ലാ ദിവസങ്ങളിലും അവിടെ മൾട്ടി എനിമൽ ഷോ ഉണ്ട്. പക്ഷെ നമ്മൾ പോയത് ഫ്രൈഡേ ആയതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റിയില്ല. അതും ഒരു വേറിട്ട കാഴ്ചയാണെന്നാണ് അവിടെ ഗൈഡ് നമ്മളോട് പറഞ്ഞത്. അവിടെ നിന്ന് നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകുമ്പോൾ കാണുന്നത് സ്നേക്സിൻ്റെ ഒരു ഏരിയ ആണ്. വെറൈറ്റി ഓഫ് സ്നേക്സ്, അതായത് നമ്മൾ ഇതുവരെയും കാണാത്ത ഒരുപാട് സ്നേക്സ് ഉണ്ട്. സ്നേക്സിന് ഇത്രയധികം കളേഴ്സ് ഉണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലായത് അപ്പോഴാണ്.
ഈ സൂ നഗാരയിലെ ഒരു മെയിൻ ഹൈലൈറ്റ് അവിടുത്തെ ജെയിൻറ്റ് പാണ്ടയാണ്. അപ്പോൾ പാണ്ടയ്ക്ക് മാത്രമായിട്ട് ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ പാണ്ടയുടെ ഹാബിറ്ററ്റാണ് അവരവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് പാണ്ടയുടെ സ്ലീപ്പിംഗ് ടൈമാണ്. അപ്പോൾ എൻട്രൻസിൽ തന്നെ അവർ നമ്മളോട് പറഞ്ഞിരുന്നു എല്ലാവരും സൈലൻ്റ് ആവണം, പിൻ ഡ്രോപ്പ് സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾ തന്നെ ചെറിയ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അവർ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. പാണ്ടയുടെ ഫുൾ ഡയറ്റ് പ്ലാൻ, പിന്നെ പാണ്ടയ്ക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ഹോസ്പിറ്റൽ തന്നെ അവിടെ ഉണ്ട്, പിന്നെ കളിക്കാനുള്ള ഏരിയ, ഉറങ്ങാനുള്ള ഏരിയ, അങ്ങനെ ബാംബൂസ്, അതെല്ലാം ശരിക്കും പാണ്ടയ്ക്ക് ഇവിടെ വേറൊരു സൂലാണ് വന്നിരിക്കുന്നത് എന്നുള്ളൊരു ഫീൽ ഇല്ലാതെ എല്ലാം അവർ ക്രിയേറ്റ് ചെയ്തിരുന്നു. ശരിക്കും പാണ്ടയുടെ ഡയറ്റ് പ്ലാനും പ്ലേയിങ് ഏരിയയും സ്ലീപ്പിംഗ് ഏരിയ ഒക്കെ കണ്ടപ്പോൾ പാണ്ടയായി ജനിച്ചിരുന്നെങ്കിൽ എന്ന് പോലും തോന്നിപ്പോയി. കാരണം അത്രയും ഭംഗിയായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫുൾ AC ആണ്. അങ്ങനെ ഈ പാണ്ടയുടെ ഈ ഹാബിറ്ററ്റ് എൻഡ് ചെയ്യുന്നിടത്ത് നമ്മൾ കണ്ടത് ഒരു സൂവിനർ ഷോപ്പാണ്. അത് ഫുൾ പാണ്ടയുടെ ഷേപ്പിലുള്ള ടോയ്സ്, പിന്നെ ഫുൾ പാണ്ട റിലേറ്റഡ് ക്യാപ്സ്, ടോയ്സ്, പിന്നെ അംബർലാസ്, അങ്ങനെ കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള എല്ലാതും ആ ഷോപ്പിലുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് പാണ്ട കഫേ, അത് ചെയറൊക്കെ ആ ഷേപ്പിലായിരുന്നു. പിന്നെ നമുക്ക് കഴിക്കുന്ന കോഫി മഗ് ആ ഷേപ്പിൽ, അങ്ങനെ മൊത്തം ആ ഒരു ഏരിയ ഒരു പാണ്ടയുടെ ഇതിലാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ, ഈ ടോയ്സ് കാണുമ്പോൾ തന്നെ നമ്മൾ തന്നെ ശരിക്കും അട്രാക്റ്റഡ് ആവും. ഇപ്പോൾ കുട്ടികളെല്ലാവരും വാശി പിടിച്ച് 1-2 എണ്ണമൊക്കെ നമ്മൾ വാങ്ങിക്കൊടുത്തു. പിന്നെ നമ്മൾ കണ്ടത് ഒരു അക്വേറിയമാണ്. നമ്മുടെ ഗുണ കേവ് പോലെ ഉള്ളൊരു കേവ്. ആ കേവിനകത്താണ് അവർ ഈ അക്വേറിയം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഇത്രയും അധികം സ്പേസ് അവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് തോന്നിയില്ല. പക്ഷേ അകത്ത് ഒരുപാട് സ്പേസിൽ ഒരുപാട് വെറൈറ്റി ഓഫ് ഫിഷസ് അവിടെ കാണാമായിരുന്നു. പിന്നെ അതിൻ്റെ എൻഡിലായിട്ട് നമുക്ക് പെൻഗ്വിനെ കാണാൻ പറ്റി. അങ്ങനെ ആ അക്വേറിയം നല്ല രസമായിരുന്നു. പിന്നെ ചെറിയൊരു വാട്ടർഫോൾ. അപ്പോൾ ശരിക്കും ഒരു നാച്ചുറൽ ഹാബിറ്ററ്റ് തന്നെയാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സൂവിൽ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ അവർ ഈ സൂവിൻ്റെ മാപ്പ് തന്നിരുന്നു. കാരണം ഒരു വശത്ത് നിന്ന് നെക്സ്റ്റിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഓരോന്ന് കഴിയുമ്പോൾ നോക്കണം, അല്ലെങ്കിൽ നമ്മൾ വഴി തെറ്റിപ്പോവും. ഇത് 110 ഏക്കറിലാണല്ലോ ഈ സൂ എടുക്കുന്നത്. അപ്പോൾ ഓരോ ഇത് കഴിയുമ്പോഴും നമ്മൾ ആ മാപ്പിൽ നോക്കിയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്.
ഓൾമോസ്റ്റ് 3 hours നമ്മൾ സൂവിൽ സ്പെൻഡ് ചെയ്തു. ഈ 3 hours നടക്കുമായിരുന്നല്ലോ, അപ്പോൾ എല്ലാവരും ടയേർഡായി. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ചൈന ടൗൺ സ്ട്രീറ്റിലാണ് ഞങ്ങളന്ന് ഫുഡ് കഴിച്ചത്. പിന്നെ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ പലരും നമ്മുടെ കൂടെ ഉള്ളവർ നിസ്കരിക്കാനായിട്ട് പോയി. നമ്മളപ്പോൾ ബാക്കിയുള്ളവർ ഫുഡ് കഴിച്ച് അങ്ങനെ ഒരു ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങി. ഷോപ്പിങ്ങിന് ഇത് ചൈന ടൗൺ സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണ്. അപ്പോൾ തനി സ്ട്രീറ്റ് ഷോപ്പിംഗ് തന്നെ. അപ്പോൾ പൊതുവേ മറ്റ് മാളുകളിലൊക്കെ കാണുന്ന സാധനങ്ങളൊക്കെ വില കുറവിന് ഇവിടെ ലഭ്യമാണ്. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസാണ് കൂടുതലെന്ന് എല്ലാവരും പറയുന്നു. നമ്മളും കുറച്ചൊക്കെ വാങ്ങി. കുട്ടികൾ കണ്ട അട്രാക്റ്റീവായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഡ്രസ്സുണ്ട്, അങ്ങനെ എല്ലാം അവൈലബിൾ ആണ്. നമ്മളെല്ലാം അതിൻ്റെ ഉള്ളിലൊന്നും നടന്ന് കണ്ടു. പിന്നെ കുറച്ചൊക്കെ വാങ്ങി. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ എയർപോർട്ടിലേക്കാണ് വന്നത്. ഓൾമോസ്റ്റ് 6 o'clock ഒക്കെ ആയപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി. 10 മണിക്കായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പോൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നമ്മൾ പെട്ടിയിലൊക്കെ ശരിയാക്കി എല്ലാവരും ഒന്ന് ജസ്റ്റ് ഫ്രഷായി നമ്മൾ എയർപോർട്ടിലേക്ക് കയറി. 10 മണിക്കായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ അവിടെ കയറി എല്ലാം ചെക്കിനും കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളൊന്ന് ജസ്റ്റ് എയർപോർട്ടിലൊന്ന് കറങ്ങി. അങ്ങനെ ഞങ്ങളുടെ മലേഷ്യൻ യാത്രയെക്കുറിച്ചുള്ള എല്ലാ വിശേഷങ്ങളും നമ്മൾ ഈ വീഡിയോയോടുകൂടി എൻഡ് ചെയ്യുകയാണ്. വീഡിയോസ് മൊത്തം എടുത്തത് നമ്മുടെ മക്കളാണ്. മാറി മാറി പലരും എടുത്തു. പക്ഷെ അവർക്ക് എടുക്കാൻ അറിയാത്തത് കൊണ്ടും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഷെയ്ക്കിങ്ങും ക്ലാരിറ്റി കുറവൊക്കെ കാണാം. പക്ഷെ എല്ലാവരും ക്ഷമിക്കുക, മക്കളല്ലേ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോസൊക്കെ കോംപ്രിഹെൻസീവായിട്ട് നമ്മൾ ഷോർട്സ് ആയിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷോർട്സും കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.